നായനാർക്ക് അതുപോലും ഉണ്ടായിരുന്നില്ല. അംബാസഡർ കാറിൽ വളരെ ശാന്തമായിട്ട് പോരുന്ന ആളാണ് നായനാർ. ഈ കെ നായനാരോട് ചോദിച്ചാൽ എന്താണ് എസ്കോർട്ടിൽ പുള്ളി, നമുക്ക് എന്താണ് എസ്കോർട്ട്? നമ്മുടെ എസ്കോർട്ട് നാട്ടുകാരാണ് എൻ്റെ എസ്കോർട്ട് എന്ന് പറഞ്ഞാണ് ഈ കെ നായനാർ. ആ സ്ഥാനത്ത് കേരള മുഖ്യമന്ത്രി പോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്താ, തിരുവിതാംകൂർ മഹാരാജാവിനുണ്ടായിരുന്നില്ല ഇത്ര ആർഭാടം. തിരുവിതാംകൂർ മഹാരാജാവിനല്ല, പാട്യാല മഹാരാജാവിനുണ്ടായിരുന്നില്ല, ഗ്വാളിയോറിൽ സിന്ധിക്ക് ഉണ്ടായിട്ടില്ല, ഹൈദരാബാദിൽ നൈസാമിനും ഉണ്ടായിട്ടില്ല. നാട്ടുരാജാക്കന്മാരെ നാണിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുന്നള്ളത്ത്. യാത്രയല്ല, ആംബുലൻസ്, ഫയർ എഞ്ചിൻ, പാറ്റൻ ടാങ്ക് മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അത് കേരളത്തിന് പാറ്റൻ ടാങ്ക് അനുവദിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പീരങ്കിയും പാറ്റൻ ടാങ്കുമായിട്ട് പുള്ളി പോയേനെ റോഡിൽ കൂടി. ഞാൻ തമാശ പറഞ്ഞല്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യ കോഫി ഹൗസ് പോലുള്ള സ്ഥലത്ത് വന്ന് ചായ കുടിച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് മൂട്ടിലും പൊടി തട്ടി മനസ്സിലായി. കാരണം പ്രസിഡന്റിന് വലിയ എസ്കോർട്ടില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചില ഏകാധിപതികൾക്ക് പോലും ഈ രീതിയിൽ എസ്കോർട്ടില്ല. ഉഗാണ്ടയിലെ പ്രസിഡന്റ് ഉണ്ട്, മുസാവിനി എന്നാണ് അദ്ദേഹത്തിന് പേര്. പുള്ളിക്ക് ഇതുപോലെ കവചിത വാഹനത്തിലാണ് ആളുകൾ പിന്തുണ. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന ഒരാൾ പിന്നെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ ചക്രവർത്തി മാത്രമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ്. നമ്മൾ അദ്ദേഹത്തിന് ആയുരാരോഗ്യത്തിന് വേണ്ടി ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കണം. കാരണം പുള്ളി കുറച്ചാളും കൂടി ജീവിച്ചിരുന്നാണല്ലോ ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലാണ്ടാവും. അപ്പൊ ഇത് കഴിഞ്ഞിട്ടൊരു പ്രമേയം ഞാൻ തന്നെ അവതരിപ്പിക്കും, നിങ്ങളൊക്കെ കൈയടിച്ച് അത് പാസ്സാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിനകത്ത് വ്യക്തിപരമായ അജണ്ടയാണ്, അല്ലാണ്ട് ഇടതുപക്ഷത്തിന്റെ അജണ്ടയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ട, LDFന്റെ അജണ്ടയല്ല. പക്ഷെ LDFൽ ചെല്ലുമ്പോൾ ഈ മഹാന്മാരായ നേതാക്കന്മാർക്കൊന്നും ഇത് തെറ്റാണ്, അധാർമികമാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് ഒരുങ്ങിയപ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഭീഷ്മന് പറ്റില്ല, ഇല്ലേ? ദ്രോണർക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. അവരൊക്കെ ആ സമയത്ത് വായിൽ അവലോസും അവലോസ് കൂടി ഇട്ട പോലെ ഇങ്ങനെ ഇരിക്കുക. അതാണ് നമ്മൾ ധാർമ്മികമായ പരാജയം. ഇതാണ് ധാർമ്മികമായ അപചയം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഈ ഭരണമുന്നണിയുടെ നേതൃത്വം. അവർക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് തെറ്റാണ്, ഇത് അധാർമികമാണ് എന്നത്. ശരിയായ ഇടതുപക്ഷക്കാരൊക്കെ സത്യത്തിൽ സമരത്തിന് അനുകൂലമാണ്. ഇടതുപക്ഷക്കാർ വയറ്റിപ്പഴപ്പുകാർ പോലും ഇവരോട് ചെയ്യുന്ന തെറ്റാണ് എന്ന അഭിപ്രായമാണ്. പക്ഷെ ഒരാൾക്കും ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല. അതാണ് നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം.